16.5 പവനോളം ഇപ്പം പോലീസ് ഒന്ന് നോക്കിയപ്പോൾ 16 പവനോളം മോഷണം പോയി 1 ലക്ഷം രൂപ. രാവിലെ ഇന്ന് രാവിലെ 5:30-6 മണിയോടെ ഈ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ മോഷണം നടന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. തിരുവനന്തപുരം വെണ്ണിയൂരിൽ വൻ കവർച്ച. ഈ വീട്ടിലാണ് മോഷണം നടന്നത്. ഏകദേശം 90 പവനോളം മോഷണം പോയിട്ടുണ്ട്. രണ്ടാമത്തെ നിലയിലാണ് 90 പവനോളം സൂക്ഷിച്ചിരുന്നത്. ഈ ഒന്നാമത്തെ നിലയിൽ 1 ലക്ഷത്തോളം രൂപയും മോഷണം പോയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗിൽബർട്ട് എന്നാണ്. അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സമയത്തായിരുന്നു മോഷണം നടന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ 2 മാസം മുൻപ്. അപ്പോൾ അവിടെയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ഉറങ്ങാൻ പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇത് എപ്പോഴായിരുന്നു നിങ്ങൾ ഈ സംഭവം അറിയുന്നത്? ഇത് രാവിലെ 6 മണിക്ക് മുന്നേ ഞങ്ങൾ അറിഞ്ഞു. അപ്പം ഇവിടെ വീടൊക്കെ തുറന്നിട്ടിരിക്കുന്ന നിലയിലായി. വീട് തുറന്നിട്ടിരുന്നു, ഗേറ്റ് അടച്ചിട്ടിരുന്നു. ഫ്രണ്ട് വാതിൽ തുറന്നു കിടന്നു. ഇവരെ എവിടെയാണ് പോയതെന്നുള്ള കാര്യങ്ങൾ അറിയാം. ഇവരെ സഹോദരിയുടെ മകൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. പുള്ളിക്കാരൻ 2 മാസത്തിന് മുന്നേ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരി മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പം ഈ ഫയർഫോഴ്സ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിൻ്റെ വൈഫും അവിടെ രാത്രി പോയി കിടക്കും. അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെയാണോ അവിടെ അവർ പോകുമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ വീട്ടിനകത്ത് നടന്നിരിക്കുന്നത്. പക്ഷേ 16.5 പവനോളം ഇപ്പം പോലീസ് ഒന്ന് നോക്കിയപ്പോൾ 16 പവനോളം മോഷണം പോയി 1 ലക്ഷം രൂപയും മോഷണം പോയി. വേറെ 90 പവനിൽ കൂടുതൽ ആഭരണം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പല അറകളിലും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഇവർക്ക് അത് കൂടുതൽ എടുക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 1 ലക്ഷം രൂപയും 16.5 പവൻ്റെ ആഭരണവും ഈ വീട്ടിൽ നിന്ന് പോയെന്നാണ് ഇവിടുത്തെ ഉടമസ്ഥൻ പറയുന്നത്. പിന്നെ ബാക്കി എന്തിനാണെന്ന് നോക്കിയിട്ട് പോലീസ് അതിനകത്ത് വെരിഫൈ ചെയ്യാണ്. പോലീസിൻ്റെ പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതിനവർ നോക്കിയിട്ട് എത്ര മാത്രം പോയിട്ടുണ്ടോ തന്നെ അറിയാൻ പറ്റൂ. അവർ നോക്കുകയാണ്. ഇവർ എത്ര മണിക്കാണ് രാവിലെ തിരിച്ചു വന്നെന്നുള്ള കാര്യങ്ങൾ അറിയാം. ഇവർ രാവിലെ എന്നും 5:30-6 മണിയാകുമ്പോഴേ ഇവർ വീട്ടിലിവിടെ വരും. അപ്പോഴാണ് ഗേറ്റ് പൂട്ടിയിരുന്നു, പക്ഷേ ഫ്രണ്ട് വാതിൽ തുറന്നിരുന്നു. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കതവ് അടച്ചിട്ടില്ല? അപ്പം രാവിലെ കതവ് അടച്ചിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോഴാണ് മോഷണത്തിൻ്റെ ഈ മേശയും അതുപോലുള്ള എല്ലാ അവർ വെച്ച് പൂട്ട് സാധനങ്ങളെല്ലാം തുറന്നിട്ടുണ്ട്, കുത്തി തുറന്നിരിക്കുകയാണ്. എല്ലാം വാരി വിതറി, വസ്ത്രങ്ങളെല്ലാം വാരി വിതറി. പക്ഷേ എന്നാൽ അവർ തുറന്നെടുത്ത അറയിൽ തന്നെ അടുത്ത താഴോട്ടുള്ള അറയിൽ മറ്റാഭരണങ്ങളിരുന്നു. അവർ കണ്ടില്ല, അത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് തന്നെ അപ്പോഴേ അറിയിച്ചു പറഞ്ഞാൽ എല്ലാവരും എത്തി. ഇവിടെ നാട്ടുകാരൊക്കെ വന്നു. പക്ഷേ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല. എങ്ങനെയായിരുന്നു ചേട്ടാ അറിഞ്ഞത്? എപ്പോഴായിരുന്നു അറിയുന്നത്? നമ്മൾ രാവിലെ എനിക്ക് പുറകിൽ സ്ഥലമുണ്ട്, അവിടെ വന്നപ്പോഴത്തേനാണ് ഇങ്ങനെ അറിയുന്നത്. ഇവിടെ ഉണ്ടാവാറില്ല അല്ലേ? ഇവരുടെ സഹോദരൻ്റെ വീടാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. അവിടെ അവരുടെ മകൻ ഇടയ്ക്ക് മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവരവിടെയാണ് ഒരു വൈകുന്നേരം പോയി കിടക്കുന്നത്. എന്തെങ്കിലും ശബ്ദങ്ങൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല? ഇല്ല. ഇവിടെ പിന്നെ അടുത്ത് ക്യാമറകളൊന്നും ഇല്ലല്ലോ, CCTV ഒന്നുമില്ല. ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പോൾ ഇന്നലെ നമ്മൾ 9-9:30 മണി വരെ ഇവിടെ ആരും കുഴപ്പമില്ലായിരുന്നു. രാവിലെ വന്നപ്പോൾ ആൾക്കൂട്ടം കണ്ട് നമ്മൾ ചെയ്യുന്നപ്പോൾ ഞാൻ മോഷണം നടന്നവർ അറിഞ്ഞത്. പിന്നെ ഇവിടെ തന്നെ പോലീസ് അവൻ്റെ ഒരു അനിയൻ സബ് ഇൻസ്പെക്ടർ റിട്ടയർഡായ പാർട്ടിയാണ്. ഇദ്ദേഹവും ഫയർഫോഴ്സിലൊക്കെ ആയിരുന്നു. അവരിവിടെ ആയിരുന്നു. ഇവിടെ അവൻ്റെ സഹോദരി താമസിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മകൻ മരിച്ച അന്ന് മുതൽ അവർ നൈറ്റ് കിടപ്പ് കൂടെയാണ് അവരെ കാര്യങ്ങൾ നോക്കുന്നത്. രാവിലെയാണ് ഇത് അറിഞ്ഞത്. വിവരം അറിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഈ ആൾക്കാരൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വിവരം അറിയണത്. നമ്മൾ അതുപോലെ ഇതുവരെയൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ചാനലുകാർ വന്ന് ചോദിച്ച് നമ്മൾ അതിൻ്റെ മറുപടിയില്ല ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാത്രി 9:30 വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ മിക്കവാറും ഇവിടെ പോകുമ്പോൾ 9 മണിയൊക്കെ ആവും. ഇവിടെ ആ കടയിലൊക്കെ നമ്മൾ ചായ കുടിച്ചിട്ടൊക്കെ അവിടെ പോകും. അതുവരെ ഇവിടെ ആരും കുഴപ്പമില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ആരെയല്ല ഇവിടെ. ഒന്നും പറക്കുന്നില്ല. ഇവിടെ ഈ ഭാഗത്തെല്ലായിടും ഉണ്ട്. അവിടെ അപ്പുറത്ത് ആ കടയുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. അതൊന്നും ഇവിടെ ഉണ്ട്. അതും പറക്കാവില്ല. ഇവിടെ നേരത്തെ സാറ് നോക്കി ഇവിടെ. ഇന്ന് രാവിലെ 5:30-6 മണിയോടെ ഈ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ മോഷണം നടന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. ഇവർ സഹോദരിയുടെ വീട്ടിലായിരുന്നു 2 മാസമായി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 5:30 മണിക്ക് ഇവർ രാവിലെ എഴുന്നേറ്റ് വരും. ആ സമയത്ത് കതകും അതുപോലെ ജനലുകളും ഒക്കെ തുറന്നിട്ടിരിക്കുന്ന നിലയിലല്ല, വസ്ത്രങ്ങളൊക്കെ വലിച്ചിട്ടിരിക്കുന്ന നിലയിലുമായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്ന വിവരം ഇവർ അറിയുന്നത്. ഉടൻ തന്നെ വിഴിഞ്ഞം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ നാട്ടുകാരടക്കം പറയുന്നത് ഈ ഭാഗത്ത് CCTV ഒന്നും തന്നെയില്ല. അതിനാൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയാനുസ്, തിരുവനന്തപുരം.